എൻ വിജയൻ്റെ കാര്യം തന്നെ അദ്ദേഹം എത്രമാത്രം പാർട്ടിയെ കുരുതി കൊടുക്കാതെ കാര്യങ്ങളെ ഒതുക്കി അവസാനിപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കത്തിൽ പോലും അതാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ പോലും കാര്യങ്ങൾ പുറത്തേക്ക് വരാതെ പലതും പറയാതെ പുറത്ത് ജീവൻ പോയ ആളുകൾ എത്ര പേരുണ്ടാകും? കാര്യങ്ങൾ അന്വേഷിക്കണ്ടേ? ഇത് ആരൊക്കെ പണം വാങ്ങിയിട്ടുണ്ട്? ഈ പറഞ്ഞ് കേൾക്കുന്ന പണത്തിൽ മാത്രം ഈ കാര്യങ്ങൾ തീരുമോ? ഇത്രയും വലിയൊരു അഴിമതി ഇങ്ങനെ നടക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ഇതിനെ കൈയടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക? ഇതിങ്ങനെ ഒതുക്കി തീർത്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്? ഒരു പാർട്ടിക്ക് മാത്രമായി, ചില നേതാക്കൾക്ക് മാത്രമായി ഒരു സമിതി അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ തീർത്ത് പോകാൻ പറ്റുന്നതാണോ എന്നാണ് അറിയേണ്ടത്. എം ജയചന്ദ്രൻ, ഈ കാര്യത്തിൽ താങ്കളുടെ ഒരു കാഴ്ച എങ്ങനെയാണ്? ഇന്നത്തെ ദിവസം MLA-യുടെയും മറ്റ് നേതാക്കളുടെയും ഒക്കെ ഈ പ്രകടനങ്ങൾ കൂടി കാണുമ്പോൾ. ഡോക്ടർ ലാൽ, വിചിത്രമായ ഒരുപാട് ഈ കാര്യങ്ങളാണ് NM വിജയൻ്റെയും മകൻ്റെയും ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ചില കാര്യങ്ങൾ എങ്കിലും നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ഒരു അഭിപ്രായമാണ്. മറ്റു എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്ത് ചില കാര്യങ്ങൾ ഊന്നേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നിയത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ സന്ദർശനം ചില നേതാക്കളുമായി. എന്നിട്ട് മാധ്യമങ്ങൾ മുഴുവൻ വിശേഷിപ്പിക്കുകയാണ് കോൺഗ്രസിൻ്റെ അച്ചടക്ക സമിതിയുടെ ചെയർമാനായ തിരുവഞ്ചൂർ നേതാക്കളോടൊപ്പം, സണ്ണി ജോസഫുണ്ട്, ജയന്തുണ്ട്, അങ്ങനെ ചിലരോടൊക്കെ ഒപ്പം വീട്ടിൽ ചെല്ലുകയാണ്. എൻ്റെ പ്രബലമായൊരു സംശയം ഞാൻ ഈ ചർച്ചയിൽ ചോദിക്കുകയാണ്. ഈ KPCCയുടെ അച്ചടക്ക സമിതിക്ക് അവിടെ എന്താണ് കാര്യം? KPCC പ്രസിഡന്റ്, അതല്ലെന്നുണ്ടെങ്കിൽ KPCCയുടെ സംഘടനാകാര്യ സെക്രട്ടറി M ലിജു, അതല്ലെന്നുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല പോലെയുള്ള തലപ്പക്കമുള്ള മറ്റു നേതാക്കൾ മനസ്സിലാക്കാം. ആത്മഹത്യ ചെയ്തു എന്നുള്ളതായിരിക്കും. അദ്ദേഹത്തിന്റെ മകനെയും കൊന്ന് ആത്മഹത്യ ചെയ്ത ഒരു അച്ചടക്ക ലംഘനമല്ലേ? അത് അന്വേഷിക്കാനായിരിക്കും ഇവരൊക്കെ പോയത്. എന്താണ് പറയുക? അല്ല, അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ NM വിജയൻ മകന് വിഷം കൊടുത്ത് അദ്ദേഹം ആത്മഹത്യ ചെയ്ത് അച്ചടക്ക ലംഘനമായിട്ട് പാർട്ടി വിലയിരുത്താതിരിക്കണമെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് ബഹളം ഉണ്ടാക്കാതിരിക്കണം എന്നുള്ളതാണോ പറഞ്ഞു കൊടുക്കാൻ പോയതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നിട്ട് ഒരു കൂട്ടം മാധ്യമങ്ങൾ പിന്നെ പറയുകയാണ് പാർട്ടി ബാധ്യത മുഴുവൻ ഏറ്റെടുക്കുമെന്ന്. അപ്പോൾ ആത്മഹത്യാ പ്രേരണയുടെ ബാധ്യത അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായും ആ പാർട്ടി ഏറ്റെടുക്കുമല്ലോ. സാമ്പത്തിക ബാധ്യത മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്, ആത്മഹത്യാ പ്രേരണ എന്നുള്ള പോലീസിൻ്റെ ഇപ്പോൾ ചാർജ് ചെയ്തിരിക്കുന്ന കേസുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് മുമ്പിൽ വരുന്ന ഒന്നാമത്തെ ചോദ്യം. അടുത്ത കാര്യം ഡോക്ടർ ലാൽ, വരുന്നത് മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ പ്രകടിപ്പിക്കുന്ന നീതിബോധമാണ്. ഈ നീതിബോധം എപ്പോഴും സെലക്റ്റീവാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് എന്നുള്ളതിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ തെളിവ് 21-ാം നൂറ്റാണ്ടിലെ തെളിവ് തന്നെയാണ്, 2025 അല്ല, തെളിവ് തന്നെയായിട്ട് അത് മാറുന്നുണ്ട്. അങ്ങനെയാണെന്നറിയാമോ? ഇപ്പോൾ പ്രൊഫസർ ജോർജ് പറഞ്ഞല്ലോ, ചിലരെയൊക്കെ, ചില പ്രസിഡന്റുമാരെയൊക്കെ എന്ന് പറഞ്ഞു, പേര് പറഞ്ഞില്ല, ഞാൻ പേരൂടെ പറയാം. PP ദിവ്യയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. PP ദിവ്യ ഒളിവിൽ പോയി, പോലീസ് അവരെ പിടിച്ചില്ല, പോലീസ് അടക്കം അവരെ ഒളിപ്പിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാധ്യമങ്ങൾക്കന്ന് എന്തൊരു ജാഗ്രതയായിരുന്നു. പോലീസ് ഒളിപ്പിച്ച ദിവ്യയെ തപ്പി എത്ര ദിവസമാണ് അവർ മണിക്കൂറുകളോളം രാപകലില്ലാതെ ശ്വാസം വിടാതെ അന്വേഷിച്ച് നടന്നത്, ഇല്ലേ? അപ്പോൾ ഇവിടെ പോലീസ് അങ്ങനെ നടക്കാത്തത് എന്തേ എന്നാണിപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത്. നോക്കണേ, വൈരുദ്ധ്യം നോക്കണേ. പ്രതിപക്ഷമാണ് IC ബാലകൃഷ്ണൻ, ഭരണപക്ഷമാണ് ദിവ്യയെ ഒളിപ്പിച്ചു. പോലീസ് ഒളിപ്പിച്ചു. 8 ദിവസം ഒളിപ്പിച്ചത് പോലീസാണെന്നാണല്ലോ വ്യാഖ്യാനം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒളിപ്പിച്ചിരിക്കുന്ന ആരാണ്? കോൺഗ്രസ് പാർട്ടിയല്ലേ ഒളിപ്പിച്ചിരിക്കുന്നത്, അല്ലേ? പോലീസ് അത് കണ്ടുപിടിക്കാത്തത് എന്തേ എന്നാണ് ഇപ്പോൾ അദ്ദേഹം ഈ ചർച്ചയിൽ തന്നെ ചോദിച്ചത്. പോലീസിൻ്റെ മൂക്കിന് താഴെ കൊണ്ട് എന്തേ പിടിക്കാത്തതെന്നല്ല ചോദിക്കുന്നത്. അതിനാരാണ് ഈ കൈകൊട്ടി പാടുന്നതാരാണ്? മാധ്യമങ്ങൾ. ഒരു മാധ്യമത്തിന് ആ ചോദ്യമില്ലല്ലോ. കോൺഗ്രസ് പാർട്ടി ഒളിപ്പിച്ച ഈ നേതാക്കളെ നിങ്ങൾ പുറത്ത് വിടണം എന്ന് പറയാൻ കേരളത്തിലെ പ്രിൻ്റ് മീഡിയയിലോ ഇലക്ട്രോണിക് മീഡിയയിലോ ആരെങ്കിലും ഉണ്ടായോ? പോട്ടെ, ഇനി അവരുടെ മീഡിയ ഹൗസുകളുടെ മുതലാളിമാരാരെങ്കിലും ഉണ്ടായോ? ഇല്ലല്ലോ. അപ്പോൾ കടുത്ത ഇടത് വിരുദ്ധത ഒരു ഭാഗത്തും, മറുഭാഗത്ത്
CPM വിരോധവും കൊണ്ട് കണ്ണു കാണാതായ മാധ്യമ നൈതികത, അതാണ് നമ്മളിവിടെ ഈ കേസിൽ ഉടനീളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കണ്ടാലും നിയമത്തിൻ്റെ വഴിക്ക് പോകൂ എന്നുള്ളതിന് തെളിവെന്താണ്? അതിൻ്റെ തെളിവാണ് 3 പ്രതികൾ. ഈ IC ബാലകൃഷ്ണൻ എത്ര ദൂരം ഓടും? ബാംഗ്ലൂർ വരെ ഓടാം, പിന്നെ ഓടിയാൽ എവിടം വരെ ഓടും? അതുകൂടെ പറയണം പ്രൊഫസറെ. കോൺഗ്രസ് പറയണം, കോൺഗ്രസ്സാണ് പറയേണ്ടത്. ആ കോൺഗ്രസ് അങ്ങനെ പറയാൻ കഴിയാത്തത് എന്താണ്? കോൺഗ്രസ് പിന്നെ ഇന്നലെ ഗോവിന്ദൻ മാഷ് പറഞ്ഞൊരു ഭാഷയുണ്ട്, ഡോക്ടർ ലാൽ കോഴിക്കോട് പറഞ്ഞതാ. കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അറിവോടെയാണ് NM വിജയൻ മകന് വിഷം കൊടുത്ത് ആത്മഹത്യ ചെയ്തത്. ആ പ്രയോഗം എത്ര അർത്ഥവത്താണെന്ന് നോക്കണം. കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അറിവോടെയാണ്. എന്താണ് അറിവോടെയാണെന്നുള്ളൊരു തെളിവ്? ആ തെളിവാണ് 8 പേജ് വരുന്ന കത്ത്. ആ കത്തിൽ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട് കാര്യങ്ങളെല്ലാം. കോൺഗ്രസ് നേതൃത്വം അറിയാമായിരുന്ന കാര്യങ്ങൾ. അപ്പോൾ അതാണ് അറിവ്. കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അറിവോടെ തന്നെയാണ് ഇവർ ആത്മഹത്യ ചെയ്തത് എന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞത് വെറുതെ അല്ല. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ 3 പേര് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനാണേ. അതിന് ഇവർ 1.5 കോടി രൂപ മുഴുവൻ ബന്ധപ്പെട്ട സഹകരണ സംഘങ്ങളിൽ അല്ലെങ്കിൽ ബാങ്കിൽ അല്ലെങ്കിൽ വ്യക്തികൾക്ക് കൊടുത്ത് പ്രശ്നം തീർത്താലും ആത്മഹത്യാ പ്രേരണ കുറ്റത്തിൽ നിന്ന് എങ്ങനെ മുക്തരാകും ഇവർ? ആവില്ലല്ലോ. അപ്പോൾ അത് ക്രിമിനൽ കുറ്റമാണ്. ആ ക്രിമിനൽ കുറ്റത്തിന് അവരെ പ്രതികളാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചനയിൽ ഇവർ 3 പേര് മാത്രമല്ല പങ്കാളികളായിട്ടുള്ളത്. പോലീസിനറിയാം, പോലീസ് അവിടേക്ക് എത്തിയിട്ടുണ്ട്. ആ കാര്യങ്ങൾ അടുത്ത ദിവസങ്ങൾ വരികയും ചെയ്യും പുറത്ത്. അപ്പോൾ ആ ഗൂഢാലോചനയിൽ എവിടം വരെ ചെല്ലുമോ? അതാണ് താങ്കൾ ആദ്യം ചോദിച്ചില്ലേ, സംസ്ഥാന തലത്തിലും വിഹിതം പോയിട്ടുണ്ടോ? ഉണ്ടോ? പ്രൊഫസർ അത് പറയേണ്ടതാണ് കേട്ടോ. പ്രൊഫസർ താങ്കൾക്കത് പറയാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. കാര്യം താങ്കൾ കാര്യങ്ങളെ നന്നായി നോക്കി നിരീക്ഷിച്ച് അഭിപ്രായം പറയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ചർച്ചകളിലൊക്കെ. അതുകൊണ്ട് താങ്കൾക്ക് ആ തരത്തിൽ കക്ഷി രാഷ്ട്രീയപരമായി കോൺഗ്രസ് സ്വീകരിക്കുന്ന ഇത്തരത്തിലുള്ള കുതന്ത്രങ്ങളുടെ കെണികൾ, അതിൻ്റെ ആഴം എത്രത്തോളമാണ് എന്ന് താങ്കൾക്ക് ഒരുപക്ഷെ നിരീക്ഷിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. കാരണം താങ്കൾ അത്രത്തോളം ആ ചെളിക്കുണ്ടിൽ പെട്ടു പോയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ അങ്ങനെയല്ല വസ്തുത, യാഥാർത്ഥ്യം. അത് വളരെ കടുത്തതാണ് യാഥാർത്ഥ്യം പ്രൊഫസർ. ഇവർ ഗൂഢാലോചന നടത്തി ചെയ്യിപ്പിച്ചതാണ് ഈ സംഗതി എന്നുള്ളതിന് മറ്റൊരു പ്രകടമായ തെളിവാണ് ഇപ്പം പുറത്തു വന്നിരിക്കുന്ന IC ബാലകൃഷ്ണൻ്റെ സർക്കാർ മുദ്ര വെച്ച കത്ത് നമ്മളോട് പറയുന്നത്. കാരണം അനില CB ആണ്, ആ പേര് പറയുന്നില്ല എന്നാണ് ഡോക്ടർ ലാൽ ശശീന്ദ്രൻ പറഞ്ഞത്. സഖാവ് പറഞ്ഞില്ല, ഓക്കെ. പക്ഷെ ഞാൻ ആ പേരങ്ങ് പറയാണ്, അനില CB, ബത്തേരി മണ്ഡലം സെക്രട്ടറി ബാലകൃഷ്ണൻ്റെ മകൾ. അവർക്ക് ജോലി കൊടുക്കണം എന്നാണ് നേരിട്ട് എഴുതിയിരിക്കുന്ന IC ബാലകൃഷ്ണൻ MLA. അതിന് നിയമപരമായ യുദ്ധത്തിലേക്ക് കടന്നു കഴിഞ്ഞു. ലോകായുക്തയിൽ വരുന്നുണ്ട്, സ്പീക്കറുടെ അടുത്ത് വരുന്നുണ്ട്. ഭീതിയോ പ്രീതിയോ ഇല്ലാതെ ഞാൻ കർത്തവ്യം നിർവഹിക്കുന്ന എന്നാണല്ലോ സത്യപ്രതിജ്ഞയിൽ വരുന്നത്. അതിന്റെയൊക്കെ ലംഘനമാണല്ലോ കാണിച്ചിരിക്കുന്നത്. അതിപ്പോ ഈ അനിലയ്ക്ക് ജോലി കൊടുക്കാൻ IC ബാലകൃഷ്ണൻ തീരുമാനിച്ചത് അവിടെ PSC പോലൊരു സംവിധാനം ഒരു പരീക്ഷ നടത്തി അതിൽ 1ാം റാങ്ക് കിട്ടിയതുകൊണ്ടല്ല. അതിനകത്ത് മറ്റെന്തോ കിട്ടിയിട്ടുണ്ടെന്ന് NM വിജയന്റെ കത്തിൽ തന്നെ ഉണ്ടല്ലോ സൂചന. അത് വാങ്ങി പോക്കറ്റിലിട്ടിട്ടാണ് IC ബാലകൃഷ്ണൻ ഈ പറയുന്ന ജിജേഷിനെ പിരിച്ചുവിടുകയും ഈ അനിലയ്ക്ക് ജോലി കൊടുക്കാൻ ശുപാർശ ചെയ്യുകയും ചെയ്തത്. അതെ, അവിടെ അവർക്കൊരു സൗകര്യപ്രദമായ ഒരു ഒഴിവ് കിട്ടുന്നുണ്ട് ഡോക്ടർ ലാൽ. എന്താണെന്നറിയാമോ? ഈ സഹകരണ സംഘങ്ങളിൽ ക്ലാസ് 4 ഒഴികെ ബാക്കിയുള്ള ക്ലാസ് 4ന് മാത്രം ഈ സഹകരണ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് പരീക്ഷയിൽ ഇല്ല. അതുമാത്രം സഹകരണ സംഘം ബോർഡുകൾക്ക് നേരിട്ട് നിയമിക്കാൻ അധികാരമുണ്ട്. ബാക്കിയെല്ലാം പരീക്ഷ നടത്തണമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ പരീക്ഷയിൽ മുമ്പിൽ വന്നതുകൊണ്ടോ മാർക്ക് കൂടുതൽ ഉള്ളത് കൊണ്ടോ അല്ലല്ലോ ഈ അനിലയ്ക്ക് ജോലി കൊടുത്തത്. എന്തുകൊണ്ടാണ് ജിജേഷിനെ പുറത്താക്കി അനിലയ്ക്ക് ജോലി കൊടുത്തത്? പൈസ കൂടുതൽ വാങ്ങിയിട്ടാണല്ലോ ഓരോരുത്തർക്കും ജോലി കൊടുക്കാൻ തീരുമാനിച്ചത്. അതാണല്ലോ പരാതികൾ. അല്ല, അത് തന്നെയല്ല. അതിൽ തന്നെ വളരെ ക്രൂരമായ ഒരു വാചകം ഈ IC ബാലകൃഷ്ണൻ്റെ കത്തിൽ പറയാത്തൊരു കാര്യം, ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു ക്രൂരത എന്താണെന്നറിയാമോ?
ബത്തേരിയിലെ കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറിയും സജീവ കോൺഗ്രസ് പ്രവർത്തകനുമായ ബാലകൃഷ്ണൻ്റെ മകൾ അനില TB എന്നാണ് പറയുന്നത്. എന്നിട്ട് പിന്നെ ആരെയാണ് ഒഴിവാക്കിയത്? ജിജേഷിനെ. ജിജേഷ് ആരാണ്? 50 വർഷമായി പാർട്ടിക്ക് വേണ്ടി വയനാട് ജില്ലയിൽ പണിയെടുക്കുന്ന കോൺഗ്രസിൻ്റെ നേതാവായ ജില്ലാ ട്രഷററായ NM വിജയൻ്റെ മകനെയാണ് ഒഴിവാക്കുന്നത്. എന്ത് രാഷ്ട്രീയ ധാർമ്മികതയാണ് കോൺഗ്രസ് അതിൽ കാണിച്ചത്? നീതിബോധം എന്ന് പറഞ്ഞ സാധനം തൊട്ട് തെറിച്ചിട്ടുണ്ടോ അക്കാര്യത്തിൽ? ഇല്ലല്ലോ. അപ്പം രാഷ്ട്രീയ ധാർമ്മികതയോ രാഷ്ട്രീയ നീതിബോധമോ ലെവലേശമില്ലാതെ കടുത്ത കൊടും ക്രൂരത കാണിച്ച് ഈ അച്ഛനെയും ഈ മകനെയും നേതൃത്വത്തിന് IC ബാലകൃഷ്ണൻ അടക്കമുള്ള ലീഡേഴ്സിൻ്റെ അറിവോടുകൂടി കൊലയ്ക്ക് കൊടുക്കുകയായിരുന്നില്ലേ പ്രൊഫസർ AG ജോർജ്? അതല്ലേ ചെയ്തത്?